Sir Ashokan KS, 53 years of age, type 2 diabetes since 15 years and RA, present with on and off episode of fever, difficulty in breathing, low level of saturation below 90 degree. അദ്ദേഹത്തിന്റെ ബൈസ്റ്റാൻഡേഴ്സോടെ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു, പുറത്തോട്ട് പോയതാ. അദ്ദേഹം ഒബ്സർവേഷനിലുള്ളത്. ബൈസ്റ്റാൻഡേഴ്സ് എപ്പോഴും ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ലെങ്കിൽ ഒരു നേഴ്സിനോട് നിർത്തണം. ഓക്കെ. ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ശ്വാസം മുട്ടലുണ്ട് ഡോക്ടറെ. അദ്ദേഹത്തിന് നെബുലൈസേഷൻ ചെയ്യണം. മൂളാനല്ല പറഞ്ഞത്, ഇപ്പൊ തന്നെ. കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചു. പോലെ പോലെ പോലെ. ഹായ് പാത്തു. ഇന്നലെ രാത്രി ഞാനൊരു മെസ്സേജ് ഇല്ലേ, ബ്ലൂടിക്ക് വീണു, പക്ഷേ റിപ്ലൈ ഒന്നും വന്നില്ല. ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അല്ലേ? ഡോക്ടർ ഈ മെസ്സേജിനല്ലേ ഓർത്തോലുള്ള റീമേക്ക് അയച്ചത്? ഓ, അതൊക്കെ ചുമ്മാ ഫ്ലേർട്ടി. അതുപോലെയാണോ പാത്തു നീ? നമ്മള് സോൾമേറ്റ്സ് അല്ലേ? വിട്ടുപിടി ഡോക്ടറെ, പാവങ്ങൾ എങ്ങനെയും ജീവിച്ചു പോട്ട്. എടോ, ഞാൻ സീരിയസ് ആടോ. ദേ, എന്തു പറഞ്ഞാലും താൻ എനിക്ക് റിപ്ലൈ തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഈ കാണുന്ന ബിൽഡിങ്ങിൽ നിന്ന് ഞാനെടുത്ത് ചാടും. സത്യം, നീയാണ് സത്യം. അബി, അബി, അബി നിക്കേ. മോളുടെ ഫീസ് മുടക്കണ്ട. പ്രകാശ്, നീ ഇപ്പൊ എവിടെയാ? നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വാ. പ്ലീസ്. അടുത്തത് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ബ്ലോക്കിൽ കിടക്കണം. ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചോളാം. ഇത് ജാതിയുടെ മതത്തിന്റെ പ്രശ്നമല്ല. എനിക്ക് എന്റെ അമ്മ കഴിഞ്ഞുള്ളൂ, വേറെ ആരും. നമ്മുടെ ഈ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞിരുന്നല്ലേ? അറിയാലോ, അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ഞാൻ കാരണം എന്റെ അമ്മയ്ക്കൊന്നും സംഭവിക്കരുത്. നമ്മൾ ഒരുമിച്ചെടുത്തൊരു തീരുമാനമല്ലേ പിരിയാന്നുള്ളത്. നീ ഒന്ന് വെച്ചിട്ട് പോയേ, ഞാൻ വിളിച്ചോളാം. നീ ഒഴിവാക്കുന്നത് ഒരാളെയല്ല, രണ്ടുപേരെയാ. താനിതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. പ്രകാശ് കിടന്നു. രാവിലെ തൊട്ട് ബിസിയല്ലേ, ഞാൻ പിന്നെ കിടന്നോളാം.
ഡോക്ടർ നീന കം ഫാസ്റ്റ് അവിടേക്ക് എടുത്തിക്കൂ. ഇനിഷ്യേറ്റ് ഓക്സിജൻ സപ്പോർട്ട്. Okay, ma'am. 1, 2, 3, 4. Adrenaline infused. സ്ട്രോങ് ആവുന്നില്ല. ബേബി ഡ്രോപ്പിംഗ് ഹാർട്ട് ഈസ് ഫെയിലിംഗ്. റെസ്പോണ്ട് ചെയ്യുന്നില്ല. കംപ്രഷൻ കൊടുക്ക്. Cardiac syncope ആണോ ഡൗട്ട് ഉണ്ട്. വാട്ട് നെക്സ്റ്റ്? Inform the cardiologist. ഓക്കെ. ഡോക്ടർ LCXും LAD-യിലുമായിട്ട് 3 മേജർ ബ്ലോക്സ് കാണിക്കുന്നുണ്ട്. പേഷ്യന്റിന്റെ ഏജ് കരുതിയിട്ട് ഞങ്ങൾ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. റിസൾട്ട് വരുന്നേ ഉള്ളൂ. വൈറ്റൽസ് സ്റ്റേബിൾ ആണോ? ഡിറ്റീരിയറേഷൻ ഉണ്ട്. ഹലോ, ടെൻഷൻ അടിക്കണ്ട അമ്മ, അപ്പച്ചനൊന്നും വരത്തില്ല. ഇപ്പോഴത്തെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കുക. ആ, നിങ്ങൾ ആ ടിക്കറ്റ് കിട്ടുമോ നോക്ക്. ഓക്കെ. ആർക്കാ സർജറി? എൻ്റെ അപ്പച്ചനാ, ഓ അമ്മയുടെ അച്ഛൻ. ഡോക്ടർ ഇപ്പോൾ അപ്പച്ചൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുമോ? അതിനെന്താ, ഞാനൊന്ന് ചോദിച്ചിട്ട് പറയാം. എന്താ അപ്പച്ചനെ പറ്റി? ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പച്ചൻ ബോധമില്ലാതെ കിടക്കായിരുന്നു. പിന്നെ ഞാൻ അറിയുന്ന പോലെ CPR ഒക്കെ കൊടുത്തു. കുട്ടി പഠിക്കുകയാണോ? അല്ല, വർക്ക് ചെയ്യാ. എടോ, ടെൻഷൻ ആവാനൊന്നുമില്ല. നമ്മുടെ അരുന്ധതിമേടോ ഇവിടുത്തെ പുതിയ സർജൻ. ആള് ഫോറസ്റ്റിലൊക്കെ വർക്ക് ചെയ്താ. ഈ അടുത്ത് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ആള് നോക്കിയോളും. ഡോക്ടർ, നൗ ഈസ് ഓക്കെ. കുറച്ച് കഴിഞ്ഞാൽ ഐസോലോട്ടേക്ക് മാറ്റും. അപ്പം കയറി കാണാം. താങ്ക് യു ഡോക്ടർ. മാഡം, ഞാൻ നിഖിൽ. ഇവിടെ പ്രകാശ് സാറിൻ്റെ ജൂനിയറാ. മനസ്സിലായില്ലേ? പൾമനോളജിസ്റ്റ്. പിന്നെ ഡോക്ടർ, പേഷ്യൻ്റ് എൻ്റെ ഒരു റിലേറ്റീവാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് അവർക്ക്? 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. സ്റ്റെൻഡ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. എടോ, പേടിക്കാനൊന്നുമില്ല കേട്ടോ. പിന്നെ സ്റ്റെൻഡ് ഇട്ടിട്ടുണ്ട്. താൻ എൻ്റെ റിലേറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞേക്കുന്നത്. അതാകുമ്പോൾ അപ്പച്ചന് കുറച്ചും കൂടെ കൂടുതൽ കെയർ കിട്ടും. ഓക്കെ? അല്ലെങ്കിൽ തന്നെ നമ്പറും തന്നേക്ക്. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. 85 840 57. 840. ഓക്കെ, ശരി.